ഗോവിന്ദചാമി ജയിൽ ചാടുന്ന CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. സെല്ലിൽ നിന്ന് ഇഴഞ്ഞിറങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികൾ മുറിച്ചായിരുന്നു ഗോവിന്ദചാമി പുറത്തേക്കിറങ്ങിയത്. നോക്കൂ, ആ ദൃശ്യങ്ങളിൽ ഗോവിന്ദചാമി പുറത്തേക്ക് വരുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ഗോവിന്ദചാമി ജയിൽ ചാടുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സെല്ലിൽ നിന്ന് ഇഴഞ്ഞിറങ്ങുകയാണ് ചെയ്തത്. സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികൾ മുറിച്ചു മാറ്റിയ വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിന്റെ ഫോട്ടോയടക്കം ഇന്ന് രാവിലെ മുതൽ റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട്. കമ്പി മുറിച്ച് അതിൽ നൂലൊക്കെ കെട്ടി അതുപോലെ തന്നെ വെക്കുകയായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ആ കമ്പിയിൽ നൂൽ കെട്ടിയത് ദൃശ്യങ്ങളിൽ കാണാം. ഗോവിന്ദചാമി സെല്ലിൽ നിന്ന് പുറത്തേക്കിറങ്ങി വേഗം പോകുന്ന ദൃശ്യങ്ങളാണിത്. അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, ഇന്ന് രാവിലെ സെല്ലിന്റെ ഫോട്ടോയാണ് അർജുൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. ഇപ്പോഴിതാ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരികയാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് എല്ലാം വ്യക്തമാകുന്നു. തീർച്ചയായിട്ടും റോഷ്നി, അതായത് ഗോവിന്ദചാമി എത്രമാത്രം വിദഗ്ധമായാണ് ഈ ജയിൽ ചാട്ടം നടത്തിയത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഈ സെല്ലിൻ്റെ താഴെ ഭാഗത്ത്, അതായത് സെല്ലിൻ്റെ അഴിയുടെ ഏറ്റവും താഴെ ഭാഗത്തെ കമ്പികളാണ് മുറിച്ചു മാറ്റിയിരുന്നത്. ആ മുറിച്ചു മാറ്റിയതിനു ശേഷം നേരത്തെ തന്നെ പറഞ്ഞതാണ് അതുവഴി നുഴഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ള കാര്യം. അത് ഒരിക്കൽ കൂടി ഈ CCTVയിലൂടെ വ്യക്തമാവുകയാണ്. ആ CCTVയിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ഗോവിന്ദചാമി അതുവഴി നുഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം ഈ പറയുന്ന സെല്ലിൽ നിന്നും ഇറങ്ങിയ ഭാഗം, ആ മുറിച്ചു മാറ്റിയുടെ കമ്പി ആ ഭാഗം അതുപോലെ തന്നെ അവിടെ കെട്ടിവെക്കുന്നു. ആദ്യം ഒരു തവണ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഭാണ്ഡക്കെട്ടുകൾ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളെല്ലാം തന്നെ അവിടെ പുറത്തേക്ക് എത്തിച്ചു വെച്ചിരുന്നു. ആ സമയം അതെടുത്ത് ആദ്യഘട്ടത്തിൽ ഒരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി മാറ്റുന്നു. രണ്ടാമതും അവിടത്തേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം വീണ്ടും മടങ്ങിപ്പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് ഗോവിന്ദചാമി എത്രമാത്രം ആസൂത്രിതമായി തന്നെയാണ് ഈ ജയിൽ ചാട്ടം നടത്തിയത് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞത് ജയിൽ അധികൃതരുടെ സുരക്ഷാ വീഴ്ച, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ സൂചിപ്പിച്ചതാണ് ഈ CCTV ദൃശ്യങ്ങൾ. അത് ഒന്നുകൂടി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. കാരണം ആ സമയത്ത് സാധാരണ രീതിയിൽ ഈ ഇത്രയും സുരക്ഷാ ബ്ലോക്ക്, അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ ബ്ലോക്കിൽ ഏറ്റവും പ്രധാനമായും കൃത്യമായ രീതിയിൽ അതിനെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതാണ്, വാർഡന്മാർ ഉണ്ടാവേണ്ടതാണ്. ഇടവിട്ട സമയങ്ങളിൽ അവിടെയെല്ലാം പരിശോധനകളെല്ലാം നടക്കേണ്ടതാണ്. പക്ഷേ ഈ ഗോവിന്ദചാമി ജയിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പിന്നീട് ഈ ജനൽ കമ്പി മുറിച്ചു മാറ്റി. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി മനസ്സിലാവും. ആ സമയം, അതായത് ഏകദേശം 1.5 മിനിറ്റ് സമയം ആ വരാന്തയിൽ തന്നെ ഗോവിന്ദചാമി ഇത് കെട്ടി നിർത്തുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതിനുശേഷം ഭാണ്ഡക്കെട്ടുകൾ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും തന്നെ അവിടത്തേക്ക് ഒരു ഉദ്യോഗസ്ഥനും എത്തുന്നില്ല. ആ സമയത്തൊന്നും തന്നെ അവിടെ ഒരു പരിശോധന നടത്തുന്നില്ല. CCTV നോക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ അവിടെ എല്ലാ സമയവും ഉണ്ടാവേണ്ടതാണ്. ആ ഉദ്യോഗസ്ഥൻ പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ഇത് വ്യക്തമാവുന്നത്. കാരണം CCTV കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്നതാണ് എങ്കിൽ, അല്ലെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ സ്വാഭാവികമായും കൃത്യമായ രീതിയിൽ അതിനകത്ത് ഒരു കണ്ണ്, ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ ഒരു കണ്ണ് ആ CCTVയിലേക്ക് പതിയേണ്ടതാണ്. പക്ഷേ അത്തരം ഒരു സംഭവമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ആ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായ CCTV ദൃശ്യങ്ങളിലൂടെ ഗോവിന്ദചാമി എങ്ങനെയാണ് ആ സെല്ലിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത് എന്ന് നമുക്കൊക്കെ ബോധ്യമാകുന്നതിനപ്പുറത്ത് CCTVയുമായി ബന്ധപ്പെട്ട ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഉയർന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എവിടെയൊക്കെ CCTV ഉണ്ട്, ഇത് മോണിറ്റർ ചെയ്യുന്നത് ആരാണ്, അവരൊക്കെ അപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അത് കൂടുതൽ പ്രസക്തമാവുകയാണ്.